അടിയിലാണ് ഗൈസ്. ഗൈസ് അവിടെ ഉണ്ടായത് നമ്മൾ വെട്ടിയെടുത്ത്. ഇപ്പോഴും ഇതൊക്കെ മുകളിലല്ല ഉണ്ടാവാറ്, ഇത് അടിയിലുണ്ടായി ഗൈസ്. ബഡ്ഡൊന്നും ചെയ്തല്ല, പക്ഷെ ഇതെന്താണ് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല നമുക്ക്. അപ്പോൾ ഗൈസ് ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ അമ്പലത്തിലൊരു ഭക്തിയാനത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടീം കാത്തിപ്പുണ്ട്. ഇരിഞ്ഞാലക്കുടയിലാണ്, നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻട്രോ പറയാമെന്ന് വെച്ച്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ നമ്മുടെ പൂളിവിടെ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ റെഡി ആകാൻ പോയിരുന്നത്. അപ്പോൾ ശങ്കരനുണ്ട്, പാപ്പനുണ്ട് കൂടെ. അപ്പോൾ അവർ ഞങ്ങൾ 3 പേരാണ് പോണത്. വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. അവർ വണ്ടി എടുത്തിട്ടേക്കുന്നു. പോരെ എടുത്തോളാം. നിസൂസിലാണ് യാത്ര നമ്മുടെ. നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പള്ളിപ്പുറമേ പോയിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് എത്താനായിട്ട് 10 കിലോമീറ്റർ ഉണ്ട്. നല്ല മഴയുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കോട എടുത്തിട്ടില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇനി അതെങ്ങനെ ആയിത്തീരുമെന്ന് അറിയില്ല. അവിടെ എത്തുമ്പോഴേക്കും ഇനി മഴ ചിലപ്പോൾ അവിടെ കുറവായിരിക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ നാളെ എത്താമുള്ളൂ. നാളെ പള്ളിപ്പുറം വഴി ഇനി മാളയിലേക്ക് എത്തണം. വണ്ടി അവിടെ പാർക്ക് ചെയ്ത് മുകളിലാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ അവിടത്തേക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മിന് മുകളിലോട്ട് പോകണം. മുകളിലോട്ട് പോയിട്ട് അവിടെ എത്തിക്കും തീരാറായെന്നാണ് പറയാം. അപ്പോൾ അത് കാണാൻ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. മുകളിലോട്ട് ഇത് നമ്മുടെ അവിടുത്തെ വണ്ടികളാണ് വന്നേക്കണം. പുള്ളിക്കാരനവിടെ മുകളിൽ പണ്ടിക്കും. നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു ചേട്ടനാണ് പുള്ളി മുകളിൽ പണ്ടി. അത് ഒരിക്കലുള്ള ഫുഡായിട്ട് നമ്മൾ മുകളിലോട്ട് പോകണം. ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി നോക്കട്ടെ. മുകളിൽ ചെന്നിട്ടറിയാം. ഇനി അങ്ങോട്ട് ഇരുട്ടായിരിക്കും. നമ്മൾ സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി നമുക്ക് മീൻ പിടിക്കാം. അങ്ങനെ കുറച്ച് എല്ലാ പരിപാടിയുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാം. സ്റ്റുഡിയോയിലൊക്കെ എഡിറ്റിങ് നടക്കില്ല. അപ്പോൾ എനിക്കത് ഫുൾ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർ പുറത്ത് യൂട്യൂബിലൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാൻ അപ്പോൾ അതിനോട് എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ സൗണ്ട് നമുക്ക് കുറച്ച് പുറത്തൊന്നും കളയാൻ പറ്റില്ല മൊത്തത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നേരെ നമുക്ക് പുറത്തിറങ്ങി മീൻ പിടിക്കാനായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കും. കൊടകര വന്ന് ഇവിടെ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ വന്നത്. ഇപ്പോഴത്തെ ഇവിടെ ഫുഡ് കഴിക്കലായി. മീൻകറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ ഒരു ഗ്രേവി ഉണ്ട്, ചിക്കൻ വറുത്തുണ്ട്, മീൻ വറുത്തതുണ്ട് ഗൈസ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചുകൊണ്ട് അപ്പോൾ അകത്തെല്ലാവരും ഉണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്കിനി മീൻ പിടിക്കാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് മീൻ പിടിക്കാൻ പോവാം. നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ സൂപ്പർ സ്ഥലം. അതെന്തിട്ടാണ് മൂടിയിട്ടേക്കാം. വണ്ടി എടുത്തോളൂ. ഞാൻ വണ്ടി ബാക്കി കയറി ഇറങ്ങി ബാക്ക് എടുക്കേണ്ടി അവിടെ നിന്ന് വേറെ വണ്ടി വരണമെന്ന് തോന്നുന്നു. ഓഫ് നിറച്ച് പുല്ല്. ബാക്കോളോ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയാണ്.
ഓ ാണ് ഗൈസ്. മൊത്തം ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇത് കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. നമ്മുടെ വണ്ടി ഫുള്ള് ബ്ലോക്കായിട്ട് ഇപ്പോൾ ഇത് ആൾക്കാരൊക്കെ ഇറങ്ങി മാറ്റേണ്ട അവസ്ഥയായി. കനകമല, ഇതിപ്പോൾ കനകമലക്ക് പോണ വഴിയാണ് ഗൈസ്. കനകമല എത്താനായിട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇറങ്ങാം. അപ്പൊ ആ വണ്ടി പിന്നെ പാർക്ക് ചെയ്തിട്ട് വരാം. വീട്ടിൽ പാർക്ക് ചെയ്യണം, ഇവിടെ സ്ഥലമില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങാം. ഓക്കെ ഓക്കെ. അപ്പൊ പോയി പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വരും. ശരി, ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാം. പരിപാടി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോന്നിരിക്കുന്നത് കാവനാടാണ്. കാവനാട് ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ ഒരു ഷോർട്സ് കൊണ്ട് ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമുണ്ട് കാവനാട്. ആ സ്ഥലത്തോട്ടാണ് പോന്നിരിക്കണം. നൈസ് തിരക്കാണ് ഗൈസ്. മഞ്ഞ വഴിയൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ. നൈസ് തിരക്കാണ് മൊത്തത്തിൽ. പുള്ളി തെന്നി കളിക്കണമെന്ന് അയ്യോ അത് പറയും ഒന്ന് അവിടെ ഇങ്ങനെ നേരെ മലയും സാധനങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഇതില് കാണാൻ പോകുന്നത് കാവനാട്ടിലെ കാഴ്ചകളാണ്. കാവനാടാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇപ്പൊ സ്ഥലം മൊത്തം നോക്കി നിങ്ങൾ. ഇത്ര ആൾക്കാരും ഇത്ര ഇതാണ്. എവിടെയൊക്കെ ഫുൾ ആൾക്കാരാണ് കണ്ടോ. ഇനി ഇത് ഫേമസ് ആക്കിയൊരു ചേച്ചിയുണ്ട്. അതിന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഷോർട്സിലാണ്. ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത്. ഷോർട്സ് വന്ന് അങ്ങനെ ഫേമസ് ആയാണ്. കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ ആരും ഉണ്ടായിരുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. നമ്മുടെ ചോദിച്ചപ്പോഴേക്കാം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുമ്പോൾ പോലും നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ വണ്ടി അത്രയും ടൈറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ട് പോണ വഴിയൊക്കെ കുറേ ലേഡീസ്. കാവിൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിലോടുള്ള വഴി. ഇവിടുത്തെ മെയിൻ സ്ഥലം ഇതിനോട് ചേർന്നാണ് ഈ സ്ഥലം വരുന്നത്. കാവിനോട് ചേർന്ന്. മുത്തപ്പങ്കാവ് ബോർഡിൽ നേരെ ഒരു അമ്പലത്തിലോട്ടാണ്. ഇവിടെ ഉള്ളൊരു ഈ കാവിൻ്റെ നമ്മൾ കണ്ട കാവിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്. ഇവിടെ പശുക്കളാണ് മെയിനായിട്ടുള്ളൊരു എന്താ പറയുക പ്രതിഷ്ഠ എന്നൊക്കെ പറയാം. പശുക്കളുടേതായ ഒരു അമ്പലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പോണ അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൊത്തം പശുക്കളുണ്ട്. വലിയ പരിപാടിയൊന്നുമില്ല. നമ്മൾ പശുക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ആണ്. അപ്പോൾ ഇവിടെ കുറേ പിള്ളേർ ഇരിക്കുന്നുണ്ട്. കണ്ടോ, എല്ലാവർക്കും വന്ന് ഇരിക്കാൻ പറ്റാവുന്ന ഒരു മരം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബോധിവൃക്ഷം എന്ന് പറയും. കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മുടെ ശ്രീബുദ്ധൻ തപസ്സിരുന്ന ഒരു മരമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഈ മരം കാണാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തോ നമ്മുടെ ഈ കൊച്ചു കാവനാട്ടിൽ ഈ മരം വളർന്നു വന്നു. അതിനെ
അത്രയും നല്ല രീതിയിൽ നമ്മുടെ ആശ്രമം പരിപാലിക്കുന്നുണ്ട്. അല്ല അപ്പൊ പശുക്കളുടെ തൊഴുത്തൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഗോക്കളുടെ തൊഴുത്ത്. ഹലോ, കുത്തോ വേണ്ട, ഡേഞ്ചറായി അടുത്തോട്ടെന്താ. മഴയില്ല, മഴ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വൈബായിരിക്കും. ഇവിടെ നിന്ന് നല്ല ഇരുണ്ട് വരും, മൊത്തത്തിൽ ഇരുണ്ട് വരുന്നതാണ്. അതാണ് നമ്മൾ ആ ഷോർട്സിലൊക്കെ ഉണ്ടായിരുന്നതും. ഇവിടെ ഇത്രയും പേര് വരാനുള്ള കാരണം ഇതിപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ ഷോർട്സാണ് അപ്പോൾ വന്ന് ഇത്രയും ഫേമസ് ആയേക്കണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് രസമില്ല ഗൈസ്. ഇതിനു മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ പിള്ളേർ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്, എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയും. പിന്നെ ഇപ്പോൾ അവിടെ ചെറിയ പിള്ളേർ കളിക്കുന്നുണ്ട്. കണ്ടോ, മഴയില്ല, മഴ എങ്ങൊന്നും വന്നില്ല. അവിടേക്ക് ഇരുണ്ട് വന്നാലും മഴ വന്നില്ല. പിന്നെ ആൾക്കാരിടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പത്തെ ദിവസം ഞങ്ങൾ വന്ന മുമ്പത്തെ ദിവസം ഇവരിവിടെ ആരും ഉണ്ടായിരുന്നില്ല. 2 ദിവസം മുമ്പാണ് ഇത്രയും തിരക്കായത്. കൊല്ലു വൈബാണല്ലേ ഓടിച്ചിട്ട് കളിക്കും. വീടാൻ നല്ല രസമുണ്ട്. പക്ഷെ അങ്ങനെ വരാം കേസ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് കാവുനാട് അടിക്കുക. അല്ലെങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണ എന്താ പറയണ മറ്റേ ഗോശാല ഉണ്ട്, ശ്രീകൃഷ്ണ ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ എത്താം. അല്ലെങ്കിൽ കാവുനാട് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്താം. സൂപ്പർ സ്ഥലം. എന്തെങ്കിലും ഡ്രസ്സൊക്കെ കയ്യിലെടുത്താൽ വരാം. ഇവിടെ ഇങ്ങനെ പാടത്ത് വരാം, ഓടി നടക്കുക, കളിക്കുക, നശിപ്പിക്കുക. അതുണ്ട ഇവിടെയൊക്കെ എന്തോ കൃഷി ചെയ്യേണ്ട സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കൂടെ നമ്മൾ പാടത്തിൽ കൂടെയാണ് പോകണം. പാടമാണ്, അപ്പുറത്തൊരു അമ്പലമുണ്ട്. അപ്പം അങ്ങനെയാണ് കാവുനാട് എന്നുള്ള പേര് വന്നത്. വൈബ് എന്ന് വെച്ചാൽ വൈബ്. മഴ പെയ്താൽ കുറച്ചുകൂടി വൈബാണ്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോരാ. നല്ല ഫോറിനേഴ്സും അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ വരണുണ്ട്. ഞായറാഴ്ച ചെയ്തുകൊണ്ട് തന്നെ ഇത് ക്രോസ് ചെയ്യണം എന്നത് നമ്മൾ അടുത്തോളം. നമ്മൾ ഇവിടുത്തെ വഴിയാണ് വന്നത്, ഇതിവിടെ ക്രോസ് ചെയ്യണം. താഴത്തോട്ട് ചെയ്യൂ. വെള്ളത്തിൽ കൂടെ നല്ല വൈബ് ഇട്ട് വരും. ഞാൻ അവിടെയൊക്കെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. രണ്ട് സൈഡും വെള്ളമുണ്ട്. നാച്ചുറലായിട്ട് കാലഴുകാം തിരിച്ചു പോകും. നമുക്ക് ഇറങ്ങാൻ ടൈമായി. അപ്പോൾ അതേ പുറത്ത് നല്ല മഴ, ഫുള്ള് മഴയായിട്ടുണ്ട്. ഈ ടൈമിലൊക്കെയാണ് വരാൻ രസം, മഴ ഉള്ള ടൈമിൽ. പക്ഷെ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ലാത്തതുകൊണ്ടും സമയമില്ല. കുറച്ച് നേരമായി നമ്മളിവിടെ വന്നിട്ട്, അതുകൊണ്ട് തിരിച്ചു പോകാന്ന് വെച്ച് ഇതേവിടെ രമം ഇരിക്കണേണ്ട. ഞങ്ങൾ ഇട്ട വീട്ടിൽ നമ്മൾ രമം. അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. പോയ വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഞാൻ രണ്ടുപേരും തിരിച്ച് ഇറക്കി. അപ്പൊ ഓക്കെ, ശരി, ഓക്കെ, ശരി, വിളിക്കാം, കാണാം നമുക്ക്. ആ ഓക്കെ, ഞാൻ വിളിക്കാം, നമ്പർ അടിച്ചിട്ട് ശരിയാക്കാം. ഓക്കെ, ശരി, ഓക്കെ. ഇന്നൊരു അടിപൊളി യാത്രയായിരുന്നു. അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് വന്ന വഴി ചിറ്റാന്നാണ്. അതുകൊണ്ട് ഇപ്പം അവിടെ ഉണ്ടാക്കിയപ്പോൾ തന്നാണ്. അപ്പോൾ നല്ല മജ പറയുന്നു. അപ്പോൾ നമ്മൾ എഡിറ്റിങ് കഴിഞ്ഞിട്ട് നേരെ അവരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച ശേഷം നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടത്. അവിടെ ചെന്നപ്പോൾ തൊട്ട് അവിടെ ആൾക്കാർ പറയുന്നുണ്ട്. 2-3 ദിവസമായിട്ടാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത്. അവിടുത്തെ പിള്ളേർ വരും ഇത്രയധികം കണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇത്രയും സൂപ്പർ സ്ഥലം, ഇതെങ്ങനെയാണ് ഇത്ര നാളിങ്ങനെ അവിടെ ആരും അറിയാണ്ട് കിടന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലത്തെ ഒരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ആട്ടി കൊടുത്തേക്കാം. അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ. ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചായ കുടിക്കണം. അപ്പം നിങ്ങളെന്തായാലും എല്ലാവരും ചായ ഒക്കെ കുടിച്ച് നമ്മളെ വീഡിയോസൊക്കെ ഒന്നും കൂടി ഇരുന്ന് കണ്ട് എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റോട് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതേപോലത്തെ അടിപൊളി കണ്ടന്റുമായി പിന്നെ അടിപൊളി വീഡിയോയുമായി നമ്മൾ തിരിച്ചെത്തുന്നവരെ ബൈ.